ഫിറോജയുടെ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ എംപിമാർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ കെ മുരളീധരൻ ഇത്തരത്തിൽ പറഞ്ഞു എംപിമാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം കഴിഞ്ഞ ദിവസം മനോരമയുടെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. KC വേണുഗോപാൽ ദ ക്യൂ എന്ന് പറയുന്ന ചാനലിന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നു മത്സര രംഗത്തേക്ക് ഇപ്പോൾ വരേണ്ട ഒരു സാഹചര്യമില്ല, ഒരു അവസരം അല്ലെങ്കിൽ ഒരു സാഹചര്യം, അത്തരത്തിലൊരു സാഹചര്യം വന്നാൽ മാത്രം മത്സരിക്കാം. എംപിമാർ മത്സരിക്കേണ്ടതുണ്ടോ? അല്ല, കേവലം ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനങ്ങളാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെ ജനാധിപത്യപരമായി നിൽക്കുന്ന ഒരു 10 വർഷക്കാലമായി അധികാരത്തിലില്ലാതിരിക്കുന്ന, കേന്ദ്രത്തിൽ അധികാരത്തിലില്ലാതിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർക്കൊരു ഒറ്റ മോട്ടീവ് മാത്രമേ ഉള്ളൂ: 71 സീറ്റുകൾക്ക് മുകളിൽ പിടിച്ച് അധികാരത്തിലേക്ക് എത്തുക, കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും. ആ ഒരു സാഹചര്യത്തിലൂടെ എന്ത് ചെയ്യും ഇൻ ദ സെൻസ് എന്താണ്, ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണോ അവിടെയെല്ലാം മത്സരിക്കും. ഈ എംപിമാർ മത്സരിക്കേണ്ട എന്ന് പറയുമ്പോൾ ഇപ്പൊ നോക്കൂ, എനിക്ക് തോന്നുന്നു നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങളാകട്ടെ, മുൻനിര മാധ്യമങ്ങളാകട്ടെ, സോഷ്യൽ മീഡിയ ലോക്കൽ പേജുകളാകട്ടെ, ഇതെല്ലാം രാവിലെ എനിക്ക് തോന്നുന്നത് ഈ ജോത്സ്യമാർക്കൊക്കെ ഭയങ്കര തിരക്കാണ് തോന്നുന്നത്. രാവിലെ ഫോൺ എടുത്തിട്ട് ചേട്ടാ, ഇപ്പൊ നമുക്കിപ്പോ ജോത്സ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്ത് ഹരിപത്തനാവരോട് രാവിലെ ഹരിച്ചേട്ടാ കബഡി വെച്ചൊന്ന് നോക്കി ചേട്ടാ, പുനലൂർ ആർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, ചടയമംഗലം എന്ന് ചോദിക്കുന്നുണ്ടോ എന്നൊരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു മാധ്യമം അടിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞു കേൾക്കുന്ന മണ്ഡലം കൊട്ടാരക്കരയാണ്. അപ്പം രാവിലെ മനോരമ പറയുന്നു കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി സ്ഥാനാർത്ഥി. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ന്യൂസ് 24 മലയാളം പറയുന്നു കൊട്ടാരക്കരയിൽ അഖിൽ മാരാർ സ്ഥാനാർത്ഥി. ഇച്ചിരി കഴിയുമ്പോൾ റിപ്പോർട്ടർ TV പറയുന്നു കൊട്ടാരക്കരയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളും പറയുന്നു. നമ്മൾ സംസാരിക്കുന്നത് അവിടെയുള്ള നേതാക്കന്മാരോട് സംസാരിച്ച് അവരുടെ പൾസ് അറിഞ്ഞിട്ടൊക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഈ കൊട്ടാരക്കരയും കൊല്ലവും ഒക്കെ പറയുമ്പോൾ പല ആളുകളും നമ്മളെ വിളിക്കുക, രാഷ്ട്രീയപരമായി നമുക്ക് സൗഹൃദമുള്ള പല ആളുകളും വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് ഇത്രയും പേര് പറയുന്നത് എന്റെ പേര് കൂടി ഒന്ന് പറയുമോ എന്ന് ചോദിച്ച് വിളിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ തമാശ രൂപേണ പറയുന്നവരും സീരിയസ്, തമാശ ഏതാ സീരിയസ് ഏതാന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പോയി. ഞാനിപ്പോ റാന്നി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചുകൊണ്ടിരുന്നത്. റാന്നിയിൽ ഉയർന്നു കേൾക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. പഴകുളം മധുച്ചേട്ടന്റെ അടക്കം, വിജയ് ഇന്ദുചൂടനൊക്കെ ആറന്മുളയിലാണ് കേൾക്കുന്നത്. അഭിൻവർക്കിയുടെ പേര് പത്തനാപുരത്ത് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും അഭിൻ ചേട്ടൻ ഉച്ചയ്ക്ക് പിന്നെ ഒരു ഇന്റർവ്യൂ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഉച്ച കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരിട്ടങ്ങ് ചോദിക്കാം എവിടെയാണ്. ഇന്നലെ ഞാൻ ചോദിച്ചു പത്തനാപുരത്തൊക്കെ പേര് കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്റെ പൊന്നുരോഹിത എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് പോയി പുള്ളി. കാര്യം അവർക്കൊക്കെ ഇന്നലെ കൃത്യമായിട്ട് ഇന്നലെ ഞാൻ ന്യൂസ് റൂമിലേക്ക് കയറി വന്നപ്പോ എന്നോട് കെവിൻ പറഞ്ഞ എന്താ, യൂത്ത് കോൺഗ്രസ് 16 സീറ്റ് ചോദിച്ചു, 17 സീറ്റ് ചോദിച്ചു, OJ ജനീഷിന് സീറ്റ് ചോദിച്ചിട്ടുണ്ട്, കൊടുങ്ങല്ലൂരിൽ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ. OJ ജനീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, 16 നമ്പർ അല്ല ഞങ്ങൾ ചോദിച്ചു, അതിൽ കൂടുതൽ തരാൻ പാർട്ടി തയ്യാറാണെങ്കിലോ എന്നാണ് ജനീഷ് ചോദിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസ് ഒരു ചരിഞ്ഞു കിടക്കുന്ന മരമായതുകൊണ്ട് ആർക്കും ഓടി കയറാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ്. MM മണിയുടെ മോള് മത്സരിക്കുന്നത് MM മണി ഉണ്ടെന്നൊക്കെ അവർ ഇപ്പൊ പാർട്ടി കമ്മിറ്റിക്ക് കൊണ്ടാൽ ഇവര് തീരുമാനിച്ചല്ലോ എന്ന് പറയുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റാന്നിയില് ആരോൺ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ്, യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരനാണ് അവിടെ ഈ ജില്ലാ പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് പ്രശാന്ത് മോളിയേക്കലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരോൺ ജയിക്കുന്നു. അപ്പോൾ അത് ഇടതുപക്ഷം തന്നെ കാലുവാരി എന്നുള്ളത് കൃത്യമാണ്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവിടെ ഈ ജനതാദളിനോടുള്ള എതിർപ്പാണ് എന്നാണ് തോന്നുന്നത്. കാരണം പാർട്ടി ചിഹ്നം അല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരോണിന്റെ ഫോട്ടോ വെച്ചിട്ട് വരികയാണ് റാന്നിയിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ പാർട്ടിക്കാരും വോട്ട് ചെയ്യുന്ന ആരോണിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാരാണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അങ്ങനെ എത്ര ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ പേരുകൾ, എത്ര ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം 1 മാസം കഴിഞ്ഞില്ല. അപ്പൊ ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ എല്ലാം പിടിച്ച് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ കൊണ്ടുപോയാൽ അവിടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. മനസ്സിലാക്കണം. പത്തനാപുരത്തെ നമ്മുടെ മീര ടീച്ചറിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. അപ്പോ സ്വാഭാവികമായിട്ടും ഈ പത്തനാപുരം ഒക്കെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ പലതും നടക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലമായി ജ്യോതികുമാർ ചാമക്കാലം നിറഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണി മര്യാദകൾ ഉണ്ട്, ചർച്ചകളുണ്ട്. അത് അവസാനം സ്ഥാനാർത്ഥി വരുന്നത് അവസാന നിമിഷം മാത്രമായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ എന്തിനാണ് സ്ഥാനാർത്ഥികളാക്കുന്നത്? കാര്യം ഒരു 5 മാസം ഒരു മാസം തികഞ്ഞിട്ടില്ലെന്നേ ഇവർ അവരുടെ അധികാരത്തിലേക്ക് എത്തിയിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെയാണ് ഈ MPമാരുടെ കാര്യം. അപ്പോൾ ചില പ്രത്യേക സാഹചര്യം ഇപ്പൊ കണ്ണൂര് പിടിക്കാൻ സുധാകരൻ ഇറങ്ങേണ്ടി വന്നാൽ ഇറങ്ങുന്നതല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പൊ ഇതിന് AICC നേരത്തെ ഒരു നിർദ്ദേശം വെച്ചിരുന്നു, നിങ്ങളൊരു പദ്ധതി പറയണം. ഇപ്പം ഉദാഹരണം കൊടുക്കുന്ന സുരേഷ് മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കൊടുക്കുന്ന സുരേഷിനോട് AICC പറയും നിങ്ങളൊരു പദ്ധതിയുമായിട്ട് വരണം. നിങ്ങൾ ജയിച്ച MLA ആയാൽ ആരായിരിക്കും മാവേലിക്കരയിൽ സ്ഥാനാർത്ഥിയാകാൻ, അവർ ജയിക്കാനുള്ള സ്ട്രാറ്റജി എന്താണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് തിരിച്ച് നിങ്ങളുടെ സീറ്റിൽ
ഇവിടെ ആളെ എത്തിക്കുക എന്നുള്ളത്. കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ AICC ഇതിനകത്തൊക്കെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തും. ഇപ്പം ഞാൻ MP മാരുടെ കാര്യം പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആള് ഒരു വലിയ ക്രൗഡ് പുള്ളറാണ്, കിങ് മേക്കർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയാണ്. അപ്പൊ ഷാഫി മത്സരിക്കുക എന്നുള്ളത് ചില അനിവാര്യതയായി മാറുന്ന ചില നിമിഷങ്ങൾ വന്നേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഷാഫി മത്സരിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഷാഫി മത്സരിച്ചാൽ 3-4 സീറ്റുകളിൽ അതിന്റെ ഓളം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഷാഫിക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അല്ല, അപ്പോൾ മറ്റൊരു രാഷ്ട്രീയപരമല്ലാത്ത ചോദ്യമുണ്ട്. MP ആയി ജനങ്ങൾക്ക് വേണ്ടി ജയിച്ച് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും പോകുന്ന വ്യക്തികൾ MLA ആയി ഇപ്പോൾ UDF മന്ത്രിസഭ വരുന്നു എന്ന് വെച്ചു, മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചാണ് ഇത്തരത്തിൽ ഇവർ വരുന്നതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ. 140 പേരില് 100 പേര് ജയിക്കുമെന്ന് UDF-ഉം 110 പേര് ജയിക്കുമെന്ന് LDF-ഉം പറയാണ്. ബാക്കി സീറ്റുകൾ ഇവര് തമിഴ്നാട്ടിൽ നിന്ന് കടമെടുക്കേണ്ടി വരും. പുനലൂരിന്റെ അടുത്ത തെങ്കാശി, പാലക്കാടിന്റെ അടുത്ത് കോയമ്പത്തൂരും ഒക്കെ ഇങ്ങോട്ട് എടുക്കേണ്ടി. 34. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരിത് അവകാശപ്പെടുകയാണ്. എത്ര മന്ത്രിമാരുണ്ടാവും? ഒരു 21-22 അംഗ മന്ത്രിസഭ. അത്രയും പേർക്കല്ലേ മന്ത്രിസഭ? ഇതിനകത്ത് ഘടകകക്ഷികൾ കൊടുക്കണ്ടേ? അതെ, ഇതിനകത്ത് ഘടകകക്ഷികൾക്കും കൊടുത്തിട്ട് കോൺഗ്രസിന് എത്ര മന്ത്രിസ്ഥാനം കിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ CPM-ന് എത്ര മന്ത്രിസ്ഥാനം കിട്ടും? അപ്പൊ സ്വാഭാവികമായിട്ടും വലിയ നേതാക്കന്മാർ വരുമ്പോ അവരുടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്, വലിയൊരു ഘടകമാണ്. പിന്നെ എല്ലാവർക്കും അങ്ങ് മന്ത്രിസ്ഥാനമൊന്നും കിട്ടില്ല. പക്ഷെ കമ്മ്യൂണിറ്റി ബാലൻസിങ്, അവരുടെ പ്രാദേശികമായ കാര്യങ്ങൾ, ഇതിൽ 14 ജില്ലയിൽ നിന്ന് ഓരോ മന്ത്രിമാരുണ്ടാവും. അപ്പൊ PK ജയലക്ഷ്മി മന്ത്രിയാവുന്ന ആരെങ്കിലും വിചാരിച്ചാണോ? അപ്രതീക്ഷിതമായ മന്ത്രിസ്ഥാനങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ നമുക്ക് മുന്നിൽ കാണുന്നുണ്ട്. പിന്നെ വനിതാ നേതൃത്വം, വനിതാ സംവരണം ഇല്ലെങ്കിൽ ഒരു വനിതാ മന്ത്രി വേണമല്ലോ. അപ്പൊ സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഒരുപാട് പേര് മത്സരിക്കാൻ സാധ്യതയുണ്ട്. മുതിർന്ന നേതാക്കന്മാര് ബിന്ദു കൃഷ്ണയെ പോലുള്ളവരൊക്കെ മത്സരരംഗത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോ അവർക്കും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ മന്ത്രിസ്ഥാനങ്ങളൊക്കെ ജയിച്ചു വന്നാൽ, മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടാൽ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകും. അതിനൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ MP-മാര് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരം. ഞാൻ K. സുധാകരൻ, അദ്ദേഹം ഡൽഹിയിലാണ്. അദ്ദേഹം കേരളത്തിന്റെ വളരെ പ്രിയങ്കരനായ ഒരു കോൺഗ്രസിന്റെ മുഖമാണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ കുറ്റം പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഷാഫി പറമ്പില് അദ്ദേഹത്തിന്റെ നിർബന്ധത്തിൽ ഡൽഹിയിലേക്ക് പോയതൊന്നുമല്ലല്ലോ, പാർട്ടി പറയുന്നത് കേട്ട് പോകേണ്ടി വന്നൊരു സാഹചര്യത്തിലേക്ക് വന്നത്. അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നിൽക്കുന്ന ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ കൊടുക്കുന്ന സുരേഷനായിരുന്നു തന്നെ പറയാം. 30 വർഷം MP ആയിട്ടിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ 22ാമത്തെ 25ാമത്തെ വയസ്സിൽ കണ്ടാണ് അടൂർ മത്സരിക്കാൻ വരുന്നത്. ആ കാലം തൊട്ട് ഇത്രയും കാലം പുള്ളി ഡൽഹി രാഷ്ട്രീയത്തിലാണ്. പുള്ളിക്ക് എന്തായാലും എന്റെ സ്വന്തം നാട്ടിൽ എനിക്കൊരു ജനപ്രതിനിധി ആകണം, നിയമസഭയിൽ പോകണം എന്നൊരു ആഗ്രഹം ഇല്ലാതിരിക്കുമോ? കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പൊ കൊടുക്കുന്ന സുരേഷിനെ കുറ്റം പറയുന്നവരൊക്കെ ചോദിക്കാനുള്ളത്, 30 വർഷം ഒരാൾ ജനപ്രതിനിധി ആയിരിക്കുക എന്ന് പറയുന്നത് അയാളുടെ കുറ്റമല്ല, അയാളുടെ ക്വാളിറ്റിയാ. നിങ്ങൾ ഇപ്പൊ അയാൾ മാറി നിൽക്കാൻ തയ്യാറാ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 30 വർഷം ജനപ്രതിയായിട്ടിരുന്ന ഒരാൾ രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങ് മാറി നിൽക്കണം എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥം? ഇല്ല. അല്ലെങ്കിൽ പിന്നെ പുള്ളിക്ക് അതുപോലുള്ള അക്കോമഡേഷൻ എവിടെ വേണം? പാർട്ടി തലത്തിൽ വേണം. അതില്ല. അപ്പൊ KPCC അധ്യക്ഷനായിട്ടിരിക്കുന്നത് സണ്ണി ജോസഫ്, KCPC അദ്ദേഹത്തിന് വേണമെങ്കിൽ മത്സരിക്കാതിരിക്കാം, കാരണം അദ്ദേഹം KPCC അധ്യക്ഷനാണ്. കൊടുക്കുന്ന സുരേഷിന് KPCC അധ്യക്ഷ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുമായിരിക്കും. അതിനും ഒരു തയ്യാറല്ല. അപ്പൊ ഈ കുറച്ചാളുകൾ ഇവരെ അങ്ങ് വിമർശിക്കുകയാണ്. അപ്പൊ 35 വർഷക്കാലം പാർട്ടിയെ ചലിപ്പിച്ച, പാർട്ടിക്ക് വേണ്ടി സദാസമയവും നീക്കിവെച്ചൊരു മനുഷ്യൻ, അത് ക്വാളിറ്റി ആയിട്ട് കാണണം. അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിച്ച സീറ്റ് കൊടുക്കണമേ. അതാണ് എന്റെ നിലപാട്. അതാണ്. അപ്പോ അയാൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിയമസഭയിലൊന്ന് പോകണം, നാടിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത്? ഈ കുറ്റം പറയുന്നവരല്ല വേറെ ആളില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊരാളുടെ പേര് പറ. ഇപ്പൊ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാൽ ജയിക്കാൻ പറ്റുന്ന വേറൊരു നേതാവിന്റെ പേര് പറ. ആ സംവിധാനങ്ങളെ ചലിപ്പിക്കാൻ പറ്റുന്ന നേതാവിന്റെ പേര് പറ. അപ്പൊ അവിടെ ഒരു ചോദ്യമല്ലേ, കൊടുക്കുന്ന സുരേഷ് 30 വർഷമായി MP ആയിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് മറ്റൊരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന്. എത്രയോ നേതാക്കന്മാരുണ്ട്, ജയിക്കില്ല എന്നാണ്. അതല്ല ഇതിന്റെ പ്രശ്നം എന്തുവാ? എന്തുവാണ്? ഇതൊരു നിയമസഭാ മണ്ഡലമോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തോ ഒരു ജില്ലാ പഞ്ചായത്തോ അല്ല. കൊല്ലം, പിന്നെ ആലപ്പുഴ, പത്തനംതിട്ട 3 ജില്ലകളിലായി കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമാണ്. എന്റെ കെവിനെ വെല്ലുവിളിക്കാൻ, ഞാനൊരു കാർ ഒരു ഡ്രൈവർ തരാം. നീ ഒരു ദിവസം ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ അതിർത്തിയിലൂടെ ഈ വണ്ടി ഓടിച്ച് തിരിച്ചു വരുമ്പോൾ നീ പറയും എന്റെ നടു പോയി ചേട്ടാന്ന് പറയും. കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങൾ അറിയാലോ, വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങൾ, പത്തനംതിട്ടയുടെയും കോട്ടയത്തിന്റെ ബോർഡറിൽ കൂടെ പോരുന്ന മലയോര മേഖലകൾ കറങ്ങി ഇങ്ങ് കറവൂർ വനത്തിൽ കൂടെ കയറി പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ അറ്റത്തൂടെ കയറി കൊട്ടാരക്കര വഴിയൊക്കെ പോണം. ഈ മണ്ഡലം ഒന്ന് കറങ്ങാൻ ഗ്രാവിറ്റി വലുതാണ്, ഭയങ്കരമാണ്, ഭീകരമാണ്. 3 ടൈപ്പ് ഓഫ് പാരിസ്ഥിതികാവസ്ഥയിലൂടെ പോകുന്ന ഒരു ലോക്സഭാ മണ്ഡലമായത്. ഇവിടെ ഇനി അതിനകത്ത് ഏറ്റവും വലിയ രസം ഈ പുള്ളി ഫൈറ്റ് ചെയ്യുന്ന 8 CPM ഇടതുപക്ഷ MLA മാരാ. ഇതിനകത്ത് MLA മാരുടെ പേര് പറഞ്ഞുതരാം. ഒന്ന് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ,
2 കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ, 3 ഈ പി പ്രസാദ് ചേർത്തലെന്നുള്ള MLA മന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിന്റെ വീട് മാവേലിക്കരയില്ല. അപ്പൊ പി പ്രസാദിനെ പോലെയുള്ള ഈ എന്താണ് നേതൃത്വം, അപ്പുറത്തെ ചിഞ്ചുറാണി ബോർഡറാണ്, ചിഞ്ചുറാണി, ഈ മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന മണ്ഡലങ്ങളുടെ അറ്റത്തൂടൊക്കെ പോകുന്ന ഒരു മണ്ഡലത്തിലാണ് ഈ മനുഷ്യൻ മത്സരിക്കുന്നത്. ചെങ്ങന്നൂര് സജിച്ചെറിയാൻ മറന്നുപോയി, മറ്റൊരു മന്ത്രി കൊണ്ട് സജിച്ചെറിയാൻ CPM-ലെ ശക്തൻ. ഇപ്പൊ ഈ 4-5 മന്ത്രിമാരും ഇവരുടെ സംവിധാനങ്ങളെയും ഫൈറ്റ് ചെയ്ത് ഈ മനുഷ്യൻ ജയിച്ചു വരണമെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, അപ്പൊ അദ്ദേഹം അങ്ങ് ജയിക്കുന്നു, ഈ മണ്ഡലങ്ങളിൽ ജയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അർത്ഥമൊന്നുമില്ല. പുള്ളി അവിടെ നേരിട്ടിറങ്ങി ആളോട് വോട്ട് ചെയ്യേണ്ട, പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോ പിന്നെ ഇങ്ങനെ നിൽക്കാൻ, ലൈവായി നിൽക്കാൻ വേറെ ആളില്ല. അപ്പൊ നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനം നേതാക്കന്മാരില്ലാഞ്ഞിട്ടാണോ പിന്നെ എല്ലായിടത്തും ഇഷ്ടം ഈ ലോക്സഭാ മണ്ഡലത്തിൽ എങ്ങും നേതാക്കന്മാരില്ല? എത്രയോ നേതാക്കന്മാരുണ്ട്, എത്രയോ നേതാക്കന്മാരുടെ പേര് കേൾക്കുന്നു, മത്സരിക്കുന്നു. ഇവർക്ക് ലൈം ലൈറ്റ് വന്ന് നിൽക്കാൻ പറ്റുന്നില്ല. കൊടുക്കുന്ന സുരേഷൻ തോറ്റതാണല്ലോ, ചെങ്ങറ സുരേന്ദ്രനോട് തോറ്റതാ, 1 തവണയല്ല 2 തവണ തോറ്റിട്ടും അയാൾ രാഷ്ട്രീയം വിട്ടു പോയില്ല. പുള്ളി സജീവമായി തന്നെ നിന്നു. പുള്ളി പൊക്കൊണ്ടിരുന്ന വർണ്ണ വീടുകളിൽ അപ്പോഴും പോയി, പുള്ളി പൊക്കൊണ്ടിരുന്ന വിവാഹവേദികളിൽ അപ്പോഴും പോയി, പുള്ളി ഇടപെടേണ്ട കാര്യങ്ങളിൽ കൃത്യമായി ഇടപെട്ടു. എന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലഘട്ടത്തിലാണ്, മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ വലിയ ഭൂപ്രകൃതിയിലൂടെ ഈ മനുഷ്യൻ എന്താണ് ആളുകളുടെ ഇടയിലേക്ക് ചെന്നത്. അപ്പോ കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും, അവരിടുന്ന എഫേർട്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ എങ്ങനെയാണ് ആലപ്പുഴ കളർകോട് ഒരു ബോർഡറാ, ചങ്ങനാശ്ശേരി അറ്റത്തൊരു ബോർഡറാ, ഈ കോട്ടയം പത്തനാപുരത്തിന്റെ അറ്റത്തൊരു ബോർഡറാ. അപ്പോ ഇവിടുത്തെ മരണത്തിനും പുള്ളിയുണ്ട്, അവിടുത്തെ മരണത്തിനും പുള്ളിയുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു മരണം നടന്ന എറണാകുളം ഓടിപ്പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പുള്ളി ഇച്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ഡൽഹിയിൽ നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ അത്ഭുതമാണെന്നേ അങ്ങനെയൊക്കെയുള്ള ആളുകള്. 3 ജില്ലയും 3 ജില്ലയും അത്രയും 8 നിയോജക മണ്ഡലങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇതുപോലൊരു വല്ലാത്ത ഭൂപ്രകൃതിയോട് കിടപിടിക്കുന്ന പരിപാടിയാണ്. അപ്പൊ കുട്ടനാട്ടിൽ ചെന്നാൽ വെള്ളത്തിൽ കൂടെ പോകണം, ഈ കോട്ടയത്തിന്റെ അറ്റത്ത് ചെന്നാൽ മല കയറണം. ആ സാഹചര്യങ്ങളിലൂടെയാണ് ഈ മനുഷ്യനൊക്കെ യാത്ര ചെയ്യുന്നത്. ആളുകൾ നോക്കുമ്പോ പുള്ളി 30 വർഷമായിട്ട് ഇവിടെ MP ആ, എന്തുമാത്രം എഫർട്ട് ഇട്ടിട്ടല്ലേ MP ആവുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഉള്ളവരൊന്ന് കേരള നിയമസഭയിലേക്കൊക്കെ വരണമെന്ന് ആഗ്രഹിച്ചാൽ ആർക്കാണ് കുറ്റം പറയാൻ സാധിക്കുക?